ആഗോള കത്തോലിക്ക സഭയുടെ 16ാമത് മെത്രാന്മാരുടെ സിനഡ് സമ്മേളനം അതിൻ്റെ പ്രഥമ സെഷൻ പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ സമാപന ദിവ്യപൂജ വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിങ്ങനെയാണ്: പ്രത്യാശയോടുകൂടെ നമുക്ക് നീങ്ങാം. സിനഡ് എന്ന പദം ഓർപ്പിക്കുന്നത് പോലെ കൂട്ടായ്മയിൽ നമുക്ക് ചരിക്കാം. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ പരമമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടും മറ്റുള്ളവരെ സ്നേഹത്തോടുകൂടെ ശുശ്രൂഷിച്ചുകൊണ്ടും നമുക്ക് ഈ സിനഡിൻ്റെ ഫലങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ ഈ 16ാമത് മെത്രാന്മാരുടെ സിനഡ് ആരംഭിച്ചത് ഒരു എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനത്തോടു കൂടിയായിരുന്നു. ഫ്രാൻസിലെ തെയ്സെ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ഒരു സായാഹ്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ വിവിധ ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ, വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഒരു സമ്മേളനവും ഒരുമിച്ചുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയുമായിരുന്നു. അന്ന് ആ സായാഹ്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അസീസിയിലെ സാൻ ഡാമിയൻ കുരിശിൻ്റെ മുൻപിൽ ഒരു മെഴുകുതിരി തെളിയിച്ചുകൊണ്ടാണ്. ആ സായന്തനക്കാറ്റിൽ മെഴുകുതിരിയുടെ നാളം ഇങ്ങനെ ആടി ഉലയുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സുകളിൽ ഒരു പ്രത്യാശയുടെ തിരുനാളം ജ്വലിച്ചിരുന്നു. ആ സായനത്തിൻ്റെ ശീതളക്കാറ്റ്, അതിൻ്റെ കുളിർമ ഓരോരുത്തരും അനുഭവിച്ചും വരുന്നു. ഫ്രാൻസിസ് പാപ്പ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ സിനഡ് പ്രതിനിധികളോടും വലിയ തീർത്ഥാടക സമൂഹങ്ങളോടും പറഞ്ഞതിതാണ്: ഈ ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഈ സംസ്കാരത്തിൽ അല്പം കൂടെ നിശബ്ദതയിലും മൗനത്തിലും നാം ആയിരിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ വലിയ നിശബ്ദത യഥാർത്ഥത്തിൽ കാലിത്തൊഴുത്തിലെ ഔമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതൽ ജനിച്ചു വീണ ആ അവസരത്തിൽ ഈ നിശബ്ദത, ഈ മൗനം എങ്ങും അനുഭവവേദ്യമായിരുന്നു. ഇതേപോലെ തന്നെ കാൽവരിയിലെ കുരിശിൽ ക്രിസ്തു മറ്റുള്ളവർക്കായി സ്വയം ത്യാഗബലിയായി സമർപ്പിക്കുമ്പോഴും ഈ നിശബ്ദതയാണ് എങ്ങും തളം കെട്ടി നിന്നത്. ഈ നിശബ്ദതയിലെ ധ്യാനം, ഈ മൗനത്തിലേക്കുള്ള പ്രവേശനം ഇന്ന് സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ മൗനവും ധ്യാനവും നിശബ്ദതയും തീർച്ചയായും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തുവാൻ, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശുശ്രൂഷയും സഹായവും സാന്നിധ്യവും സാമീപ്യവും കടന്നു ചെല്ലാൻ നമ്മെ അനുവദിക്കുന്നു. അങ്ങനെ ഈ സിനഡിന് തുടക്കമായിട്ടുള്ള ഈ എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനത്തിന് ശേഷം അന്ന് തന്നെ വൈകുന്നേരം ഈ സിനഡിൽ പങ്കെടുത്ത എല്ലാവരും ഒരുമിച്ച് പോയത് റോമിന് വെളിയിലുള്ള സാക്രോഫാനോ എന്ന സ്ഥലത്തെ ഒരു ഫ്രാൻസിസ്കൻ സന്യാസ ഭവനത്തിലേക്കാണ്. ആ ആശ്രമത്തിലെ മൗനത്തിലേക്കാണ് അവർ പ്രവേശിച്ചത്. അപ്രകാരം ആ സിനഡ് സമ്മേളനത്തിലും ധ്യാനത്തിലും ഭാരതത്തിൽ നിന്ന് പങ്കെടുത്ത 10 പേരിൽ ഒരാൾ ആകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സാക്രോഫാനോയിലെ ഈ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ വെച്ച് ഡൊമിനിക്കൻ സഭയുടെ മുൻ സുപ്പീരിയർ ജനറലും പ്രസിദ്ധനായ ധ്യാന പ്രഭാഷകനുമായിരുന്ന ഫാദർ തിമത്തി നടത്തിയ ഈ പ്രഭാഷണങ്ങൾ ലിസൺ ടു ഹിം, എ സ്പിരിച്വാലിറ്റി ഓഫ് സിനഡാലിറ്റി എന്ന പേരിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരുന്നു. ലിബ്രേറിയ എഡിത്രിച്ച് വത്തിക്കാന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സിനഡ് തീരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു. എനിക്ക് തോന്നി ഇന്നത്തെ ഈ ചിന്ത അതിലെ ആദ്യത്തെ പ്രഭാഷണത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലേറെ പ്രചോദനാത്മകമായതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്
ഹോപ്പിംഗ് എഗെയിൻസ്റ്റ് ഹോപ്പ് എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയായിരുന്നു. അദ്ദേഹം അതിൽ വിവരിച്ചത് ഇതാണ്: ചൈനയിൽ സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ ഒരു യുവാവിൻ്റെ ടീഷർട്ടിൽ എഴുതിയിരുന്ന ഒരു വാക്യം ഇതായിരുന്നു: വി ആർ ദ ലാസ്റ്റ് ജനറേഷൻ. അതായത് ഞങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ തലമുറയാണ് ഞങ്ങൾ എന്നാണ്. അത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ്, വലിയ പ്രതീക്ഷയൊന്നും ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നടന്നു നീങ്ങുന്നത് എന്നാണ് ഒരുപക്ഷെ ഈ ടീഷർട്ടിലെ സന്ദേശം നമ്മെ ഓർപ്പിക്കുന്നതെന്ന് അദ്ദേഹം പങ്കുവച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ യുവ മാതാപിതാക്കന്മാർ ഈ ശപിക്കപ്പെട്ട പുതിയ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ ജനിക്കാൻ പോലും കൊണ്ടുവരാൻ പോലും മടിക്കുന്നതിൻ്റെ കാരണം അതാകാം എന്നുകൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഏതായാലും ഇന്ന് നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇതാ കടന്നു വരുന്നു. ഉക്രൈൻ റഷ്യൻ യുദ്ധം, ഇപ്പോൾ വീണ്ടും പാലസ്തീൻ യുദ്ധവും നടക്കുന്നു. ആ യുദ്ധത്തെ പറ്റി ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിൽ നാം കാണുന്ന ഇതാണ്: കുഞ്ഞുങ്ങളുടെ ശ്മശാനമായി മാറിയിരിക്കുന്ന പ്രദേശമായി തീരുന്നു ഈ യുദ്ധഭൂമി. ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ നമുക്ക് പ്രതീക്ഷ നൽകാത്ത, ഒട്ടും മുന്നോട്ട് പോകുമ്പോൾ പ്രത്യാശ ലഭിക്കാത്ത ഒരു കാലഘട്ടമായി മാറുമ്പോഴാണ് ഈ സിനഡിൻ്റെ സാങ്കത്യം കൂടുതൽ വരുന്നത്. സഭയ്ക്കും പൊതുസമൂഹത്തിനും പ്രത്യാശ പറഞ്ഞു കൊടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ വാക്കുകൾ: ദി ഓൺലി തിങ് വി ഹാവ് ടു ഫിയർ ഈസ് ഫിയർ ഇറ്റ് സെൽഫ് എന്നാണ്. അതായത് ആകെ നാം ഭയപ്പെടേണ്ടത് ഈ ഭയത്തെ തന്നെയാണ്. ഇങ്ങനെ ഈ പ്രത്യാശയില്ലാത്ത കാലഘട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം? അതിനെപ്പറ്റിയുള്ളൊരു ഭയത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടത്. വിശുദ്ധനായ തോമസ് അക്വിനസ് അദ്ദേഹം പഠിപ്പിച്ചത് ഇതാണ്: ഭയത്തെ അടിമയാക്കുന്ന ധൈര്യം നാം സംഭരിക്കണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് കിട്ടുന്ന ആ ധൈര്യം, ആത്മീയ കരുത്ത് നമുക്ക് സ്വന്തമാക്കണം. കർത്താവ് തന്നെ, ഉദ്ധിതനായ ക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഇതാണ്: നിങ്ങൾ സന്തോഷമായിരിക്കുക, ഭയപ്പെടേണ്ട. അതേപോലെ തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. ഈ ഒരു സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ സന്ദേശം ഇന്നത്തെ ഈ ലോകത്തിൽ നാം നൽകുവാൻ ഉള്ള വലിയ പ്രതിജ്ഞാബദ്ധത നമുക്കുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4:18 നാം വായിക്കുന്ന ഇതാണ്: സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. അങ്ങനെ സ്നേഹം എവിടെയുണ്ടോ അവിടെ ഭയപ്പാടുകളില്ല. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. അതായത് ആ ദൈവത്തോടുള്ള, സഹോദരങ്ങളുള്ള സമ്പൂർണമായ സ്നേഹത്തിൽ എല്ലാ ഭയപ്പാടും അകന്നു മാറുന്നു. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്നാണ് യോഹന്നാൻ്റെ ആ ലേഖന ഭാഗത്ത് നാം വായിക്കുക. പ്രത്യേകിച്ച് രൂപാന്തരീകരണത്തിൻ്റെ വിവരണം വായിച്ചുകൊണ്ട് ഇങ്ങനെ പ്രത്യാശയിലേക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ നടന്നു നീങ്ങാം എന്നതായിരുന്നു ഈ സിനഡിൻ്റെ പ്രാരംഭ ദിനത്തിലുള്ള ആ വിചിന്തനം. കൂടുതലും നാം പീഡാനുഭവത്തിൻ്റെ വിവരണം, പ്രത്യേകിച്ച് മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ കാണുന്ന ഇതാണ്: 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളതായി മാറി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു: ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. ഞങ്ങൾ 3 കൂടാരങ്ങൾ തീർക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്ത്
മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. അങ്ങനെ പ്രത്യാശയുടെ ഒരു അനുഭവത്തിലേക്കാണ് ഈ ശിഷ്യന്മാർ അങ്ങനെ മലമുകളിൽ ഈ രൂപാന്തരണത്തിൻ്റെ അവസരത്തിൽ അവർക്ക് അനുഭവവേദ്യമായത്. യഥാർത്ഥത്തിൽ ഈ രൂപാന്തരണത്തിൻ്റെ വിവരണം സമാന്തര സുവിശേഷങ്ങളിൽ നൽകുമ്പോൾ അതിന് തൊട്ട് മുൻപും പിന്നെയും നൽകുക യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റിയുള്ള, തൻ്റെ ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിനെ പറ്റിയുള്ള വിവരണങ്ങളാണ്. ആ അനുഭവം അറിഞ്ഞപ്പോഴാണ് പത്രോസ് പറയുക, അത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെ പത്രോസിനോട് കർത്താവ് ശകാരിച്ചുകൊണ്ട് പറയുക, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, എന്നിൽ നിന്ന് പിശാച് മാറിപ്പോകുക എന്നാണ്. അങ്ങനെ പിശാചും ശത്രുവുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു പത്രോസ്. ഈ അസ്വസ്ഥതകളുടെ കാലഘട്ടത്തിലും അതിനപ്പുറം ഈ ദുരന്തങ്ങൾക്കും പീഡാനുഭവങ്ങൾക്കും അപ്പുറം പ്രത്യാശയുടെ കിരണം നമുക്ക് കാണാനാകണം. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് തന്നെയാണ് ആ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ആ മിശിഹായിലുള്ള പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ അസ്വസ്ഥതകളുടെ കാലഘട്ടത്തിൽ പ്രത്യാശ പകർന്നു തരുന്നത്. ഈ ജെറൂസലേമിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ഇന്ന് നാം ചെയ്യേണ്ട ഒരു സിനഡ് യാത്ര പോലെ തന്നെയാണ്. യേശുവും ഈ ശിഷ്യന്മാരും ഒരുമിച്ച് ജെറൂസലേമിലേക്ക് നടന്നു പോകുന്നു. അതിന് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം തൻ്റെ ശിഷ്യന്മാർക്ക് സമ്മാനിക്കുക. അതോടൊപ്പം തന്നെ പിന്നീട് ഈ അന്ത്യ അത്താഴവേളയിൽ യേശു അവർക്ക് പകർന്നു കൊടുക്കുക ഈ പ്രത്യാശയുടെ കാര്യം. ശരി, വലിയ പ്രതിസന്ധിയിലേക്കും പീഡാനുഭവങ്ങളിലേക്കും സഹനത്തിൻ്റെ നാളുകളിലേക്കുമാണ് തൻ്റെ ജീവിതം കടന്നു പോകുന്നതെന്നറിയാമെങ്കിലും അവർക്ക് ഈ അപ്പം പങ്കുവെച്ചുകൊണ്ട് അവിടുന്ന് ഈ പ്രത്യാശയിലേക്കാണ് അവരെ പിന്നീട് കൈപിടിച്ച് നടത്തുക. ഫാദർ തിമത്തി തൻ്റെ ഈ പ്രത്യാശയെപ്പറ്റിയുള്ള സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം തുറന്ന് പറഞ്ഞ ഒരനുഭവം വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. 1993 റുവാണ്ടയിൽ നടന്ന ആന്തരിക കലാപത്തിന് ഇടയിൽ, ആ കലാപങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിനെ പോയി ഒന്ന് സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അപ്പോഴാണ് ബെൽജിയത്തിലെ അംബാസിഡർ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ പോകരുത്. എങ്കിലും അദ്ദേഹം സരസമായി പറഞ്ഞു, ഞാൻ അന്ന് ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു യുവത്വത്തിൻ്റെ മണ്ടത്തരങ്ങൾ ബാലിശവും ഉണ്ടായിരുന്നു. ഐ വാസ് യങ് ആൻഡ് ഫൂളിഷ്. ഇപ്പോൾ ഞാൻ ഐ ആം ഓൾഡ് ആൻഡ് യെറ്റ് ഫൂളിഷ് എന്ന് അദ്ദേഹം തന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും അവിടെ ഈ ആന്തരിക കലാപം നടക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം അവിടെ താമസിക്കുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന ആശുപത്രിയിൽ ബോംബിൻ്റെയും യുദ്ധത്തിൻ്റെയും ഈ കലാപങ്ങളുടെയും ഇരയായിത്തീർന്ന ഒത്തിരി കുഞ്ഞുമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗവിഹീനരായും ഒക്കെ കഴിയുന്നത് കണ്ടു. പ്രത്യേകിച്ച് ഇരുകാലും ഒരു കൈയും കണ്ണും നഷ്ടപ്പെട്ട ഒരു ബാലൻ, ആ ബാലൻ്റെ സമീപം ആ ബാലൻ്റെ പിതാവ് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ ഈ ഫാദർ തിമത്തിയെ ഈ ബാലൻ്റെ അടുത്തേക്ക്, ആ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നത് ഓരോ കാലുകൾ നഷ്ടപ്പെട്ട 2 ബാലന്മാർ ഇങ്ങനെ ഒറ്റ കാലിൽ തൊങ്ങി ആണ് ഈ വൈദികനെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ആകെ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ റുവാണ്ടയിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹം പ്രവേശിച്ചത്. അവർക്ക് എന്ത് ആശ്വാസം കൊടുക്കും, എങ്ങനെ ശക്തി പകരും എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന ഈശോയുടെ വാക്കുകൾ. അങ്ങനെ ആ സിസ്റ്റേഴ്സും മറ്റ് കത്തോലിക്കരുമൊക്കെ ഇരുന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അത് തീർച്ചയായും അവർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ
ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും യുദ്ധങ്ങളും ഭീതികളും നടമാടുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ കത്തോലിക്കരായ വിശ്വാസികൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളത് ഈ ബലിയുടെ പ്രത്യാശയാണെന്ന് അടിവരയിട്ട് പദത്തിമത്തി നമ്മോട് ഓർപ്പിച്ചു. ഉക്രൈനിലെ അനുഭവം അവിടുത്തെ ഒരു വികാരിയച്ഛൻ എഴുതിയതും ഓർമ്മിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഉക്രൈനിലെ ആ വികാരിയച്ഛൻ ഒരു കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അവരുടെ കോൺവെൻറ്റ് ബിൽഡിംഗ് എല്ലാം മുകളിലെ ഭാഗമെല്ലാം ഉപേക്ഷിച്ച് താഴെ ബേസ്മെൻറ്റിലെ, അതായത് ആ കെട്ടിടത്തിൻ്റെ അടിത്തട്ടിൽ അവരിങ്ങനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ശത്രു പക്ഷത്തിൻ്റെ ബോംബ് വന്ന് വർഷിക്കാം, ഷെല്ലുകൾ അവിടെ വന്ന് പതിക്കാം. അത് ഈ സിസ്റ്റേഴ്സിനെയും അവർ പരിചരിക്കുന്ന കുഞ്ഞുങ്ങളെയും അസ്വസ്ഥരാക്കാം, അവരുടെ ജീവൻ പോലും ഭീതിയിലാക്കാം. ഇങ്ങനെ പേടിച്ചരണ്ട് ഈ ബേസ്മെൻറ്റിൽ ഈ വികാരിച്ചൻ ചെന്ന് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു. ബലിയർപ്പിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം പരിമിതമാണ്. അദ്ദേഹത്തിന് കിട്ടിയത് ഈ കുട്ടികൾ കളിക്കുന്ന ഒരു ചുവപ്പ് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് അന്ന് ഓസ്തി വെച്ച് ഈ ബലിയർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ വികാരിച്ചൻ, ഉക്രൈനിലെ വികാരിച്ചൻ എഴുതിയത് പ്രകാരമാണ്: ദിസ് വാസ് ഹൗ ഗോഡ് ഷോഡ് അസ് ദാറ്റ് ഹീ വാസ് വിത്ത് അസ്. ഇപ്രകാരമാണ്, ഈ വിശുദ്ധ ബലിയിലൂടെയാണ് ദൈവം ഞങ്ങളോട് അരുളി ചെയ്തത്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. യു ആർ സിറ്റിംഗ് ഇൻ ദ ബേസ്മെൻറ്റ് ഇൻ ദ ഡാംപ് ആൻഡ് മോൾഡ്. നിങ്ങളിരിക്കുന്നത് ഈ ഈർപ്പം നിറഞ്ഞ കുടുസു മുറിയിലാണ്, കുടുസു സ്ഥലത്താണ്, പരിമിതമായ സാഹചര്യങ്ങളിലാണ്. ബട്ട് ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഓൺ എ റെഡ് ചൈൽഡ്സ് പ്ലേറ്റ്. ഈ ചുവപ്പ് നിറത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം പോലെയുള്ള ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാനുണ്ട്. നോട്ട് ഓൺ എ ഗോൾഡൻ പേറ്റൻ. അതായത് ഈ സുവർണ തളികയിലൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ആ പരിമിതമായ സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ബലി നമുക്ക് നൽകുന്ന പ്രത്യാശ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ, അങ്ങനെ എല്ലാ മുറിവിൻ്റെയും രോഗത്തിൻ്റെയും പീഡാനുഭവങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നിമിഷത്തിൽ ശക്തി പകരുന്ന സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകണം. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുന്നതാണ് നമ്മുടെ ഓരോ വിശുദ്ധ ബലിയും. ഈ സെനഡ് കാലഘട്ടത്തിലും ഈ ഒരുമിച്ചുള്ള നടത്തത്തിലും കൂട്ടായ്മയിലൂടെയും നമ്മൾ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കേണ്ടത് ഈ സിനഡിൻ്റെ, ഈ വിശുദ്ധ ബലി പകർന്നു തരുന്ന ആ കൂട്ടായ്മയുടെ ശക്തി സ്രോതസ് തന്നെയാണ്. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ ജെറൂസലേമിലേക്ക് ഒരുമിച്ച് നടന്നു പോകുമ്പോഴും ഈ അനുഭവം തന്നെ. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വിവരണങ്ങളിൽ, പ്രത്യേകിച്ച് ആ പിഞ്ചു ബാലൻ്റെ കൊച്ചു ഭക്ഷണപ്പൊതി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, വിളവിൻ്റെ നാഥൻ, സമൃദ്ധിയുടെ സൃഷ്ടാവ് ഇതാ ആ പിഞ്ചുബാലൻ്റെ കൊച്ചു ഭക്ഷണപ്പൊതി സമൃദ്ധിയുടെ അനുഭവമാക്കി വിരുന്നായി വിതരണം ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മുടെയും ഈ പരിമിതികൾ, നമ്മുടെയും സാധ്യതകൾ, സിദ്ധികൾ, സമയം മറ്റുള്ളവരുമായി പങ്കുകൊടുക്കുമ്പോൾ, അത് ക്രിസ്തുവിനോടൊപ്പമാകുമ്പോൾ ഈ പ്രത്യാശ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനാകും. നമ്മുടെ എളിയ കഴിവും എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. പദത്തിമത്തി പങ്കുവെച്ച മറ്റൊരനുഭവം കൂടെയുണ്ട്. ബാഗ്ദാദിൽ വിശുദ്ധിയായ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്നേഹാലയത്തിൽ, ഒരു കേന്ദ്രത്തിൽ, അവിടെ നോറ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജന്മന അവൾക്ക് 2 കാലുകളുമില്ല, 2 കൈകളുമില്ല. പക്ഷേ ആ പെൺകുട്ടി നോറ ഇങ്ങനെ നുരച്ച് ചെന്ന് അവിടെയുള്ള പിഞ്ചു പൈതങ്ങൾക്ക് തൻ്റെ ചുണ്ടിൽ പിടിച്ചിട്ടുള്ള ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. പോറഡ്ജോ അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു, സഹായിക്കുന്നു. തൻ്റെ പരിമിതികളിലും മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ, ആശ്രയമാകാൻ ഉള്ള ഒരു സാധ്യത. കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻതുവൻറ്റിൻ്റെ
ഒരു പുസ്തകം കൂടെ ഞാൻ ഈ ദിവസങ്ങളിൽ വീണ്ടും കാണുകയായിരുന്നു. ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന ഒരു പുസ്തകം. അതിൽ അദ്ദേഹം കുറിക്കുന്ന ഇതാണ്: നീണ്ട വർഷങ്ങൾ അദ്ദേഹം ഇങ്ങനെ തടവറയിൽ 13 വർഷത്തോളം തടവറയിൽ കഴിയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു. ഐ ടോൾഡ് മൈ സെൽഫ് ഐ വിൽ നോട്ട് വെയിറ്റ്. ഞാൻ ഇനി കാത്തിരിക്കില്ല. ഐ വാണ്ട് ടു ലിവ് ദ പ്രസൻറ്റ് മോമെൻറ്റ് ഫില്ലിങ് ഇറ്റ് വിത്ത് ലവ് എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈ ഒരു സാഹചര്യത്തിലും ഞാൻ എൻ്റെ ഹൃദയം ഇങ്ങനെ സ്നേഹം കൊണ്ട് നിറയ്ക്കും, മറ്റുള്ളവരോടുള്ള കരുതലിൽ ആക്കി തീർക്കും. അങ്ങനെ നമ്മുടെയും ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും. പരിമിതികളുടെയും കുറവുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാനാകും. വിശുദ്ധനായ ഡേവിഡാണ് ഇപ്രകാരം പങ്കുവച്ചിട്ടുള്ളത്: ഡു സിമ്പിൾ തിങ്സ് വെൽ. ചെറിയ കാര്യങ്ങൾ നന്നായി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും. ഈ പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ ഈ സിനഡിൻ്റെ തുടർച്ചയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ സഭ അനുഭവിക്കേണ്ടതും പൊതുസമൂഹത്തിന് നൽകേണ്ടതും. അങ്ങനെ പ്രത്യാശയിലേക്ക് പ്രിയമുള്ളവരെ നമുക്കൊരുമിച്ച് കൂട്ടായ്മയിൽ നടന്നു നീങ്ങാം. സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വ്യക്തികളായി മാറാം. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ വലിയ സമ്മാനം പ്രത്യാശ പകർന്നു തരണമേ. എന്നും പ്രതീക്ഷാ നിർഭരായി നീങ്ങുവാൻ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെ പോലെ സാറ വാർദ്ധക്യത്തിൽ വന്ധ്യയാണെന്നറിഞ്ഞിട്ടും ദൈവപിതാവിൻ്റെ ആ വാക്കുകളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചതുപോലെ ഞങ്ങളും എല്ലാ പ്രതീക്ഷകൾക്കപ്പുറം അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാൻ വരമേകണമേ. അങ്ങനെ പ്രതീക്ഷയുടെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.